തെലങ്കാനയിലെ നാഗർ കർണൂലിൽ ശ്രീശൈലം തുരങ്കമിടിഞ്ഞ് കുടുങ്ങിയവരെ 6 ദിവസം കഴിഞ്ഞിട്ടും രക്ഷിക്കാനായില്ല. 2 എഞ്ചിനീയർമാർ ഉൾപ്പെടെ 8 പേരെ പുറത്തെടുക്കാനുള്ള രക്ഷാപ്രവർത്തനം യുദ്ധകാല അടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. 500ഓളം പേരാണ് രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്നത്. നാഗർ കർണൂലിലെ ശ്രീശൈലം ലെഫ്റ്റ് ബാങ്ക് കനാൽ പ്രൊജക്ടിന്റെ ഭാഗമായ ടണലിലാണ് അപകടമുണ്ടായത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി തൊഴിലാളികൾ ടണലിൽ പ്രവേശിച്ചപ്പോൾ ടണലിന്റെ മുകൾ ഭാഗം തകർന്നു വീഴുകയായിരുന്നു. ടണലിന്റെ ഒരു ഭാഗത്തുണ്ടായ ചോർച്ച പരിഹരിക്കാൻ തൊഴിലാളികൾ അകത്ത് കയറിയപ്പോഴാണ് അപകടമുണ്ടായത്. തൊഴിലാളികൾ കുടുങ്ങിയ സ്ഥലത്തിന് തൊട്ടടുത്ത് വരെ രക്ഷാപ്രവർത്തകർ എത്തിയെങ്കിലും അവസാനത്തെ 50 മീറ്ററിൽ മണ്ണും ചെളിയും നിറഞ്ഞിരിക്കുകയാണ്. ഇത് നീക്കുന്നതിനിടെ വീണ്ടും മണ്ണിടിഞ്ഞ് അപകടമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഉത്തരാഖണ്ഡിൽ തുരങ്കത്തിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തിയ സംഘവും വിവിധ ഏജൻസികളുമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഇന്ത്യൻ ആർമി, നേവി, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് തുടങ്ങിയ ഏജൻസികളും രക്ഷാപ്രവർത്തനത്തിനുണ്ട്. സാഹചര്യം പരിശോധിക്കാൻ നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയുടെ സഹായവും തെലങ്കാന സർക്കാർ തേടി. തുരങ്ക നിർമ്മാണത്തിൽ വിദഗ്ധരായ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെയും സേവനം തേടിയിട്ടുണ്ട്.